മഞ്ഞുമ്മൽ ബോയ്സ് സൂപ്പർ സാധനം. അത് എന്ത് സിനിമയാണ്. എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയത്തില്ല, ചില ആളുകളൊക്കെ പറയത്തില്ല. അതേപോലെ നമ്മൾ തിയേറ്ററിൽ നിന്നിങ്ങനെ എന്താണ് അടുത്തത്, പെട്ടെന്ന് എന്താണ് ആ ഒരു ഫീലാട്ടോ പടം. ഞാനിതിൽ അഭിനയിച്ച ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരാളുടെ പേര് പോലും വിട്ടുപോകാൻ പാടില്ല. അമ്മാതിരി അഭിനയമാണ് എല്ലാവരും. ഈ 9 പേരുടെ പേരും പറഞ്ഞിട്ടല്ലോ. അപ്പോൾ ഞാൻ പക്ഷേ ഒരാളുടെ പേര് പറയാം. ഈ പടത്തിൻ്റെ സംവിധായകൻ, നമ്മുടെ ജാനേമൻ സംവിധാനം ചെയ്തിട്ടുള്ള ചിദംബരം എസ് പൊതുവാൾ എന്നാണ് അങ്ങേരുടെ പേര്. എൻ്റെ മനുഷ്യ, നിങ്ങൾ എന്നതായി കാണിച്ചിരുന്നത്. ഈ പടത്തിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. മഞ്ഞുമൽ ബോയ്സിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുണ കേവ്സിൽ പോയിട്ട് ഒരാളതിനകത്ത് പെട്ടുപോകുന്നു, അവിടുന്ന് റെസ്ക്യൂ ചെയ്യുന്നതുമായിട്ടുള്ള കഥ എല്ലാവർക്കും നമുക്കറിയാം. പക്ഷേ നമ്മളിത് സിനിമയായിട്ട് കാണുമ്പോൾ കിട്ടുന്ന ആ ഫീൽ ഉണ്ടല്ലോ, പച്ചാരെ പൊളി സാധനം. പൊളി എന്ന് പറഞ്ഞാൽ പൊളി സാധനം. എനിക്ക് എൻ്റെ ഏറ്റവും എന്നെ അങ്ങോട്ട് പിടിച്ച് വലിച്ച് കുലുക്കിയ ഒരു സീനാണെന്ന് വെച്ചാൽ ഞാൻ ആ ഗുഹയിലോട്ട് വീഴുന്നതാട്ടോ. സെറ്റ് ആർട്ട് വർക്ക്, ഗുഹയല്ല എന്ന് നമുക്ക് എവിടെയും ഫീൽ ചെയ്യത്തില്ല. ആ ഒരു ആർട്ട് ചെയ്തിരിക്കുന്നവരും എല്ലാം കൊണ്ടും പടം അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാനില്ലെങ്കിൽ എൻ്റെ പോലും ആ പടവുമായിട്ട് ഇങ്ങനെ ഇഴുകിയാ പോകുന്നത്. നമ്മളവിടെ പിടിച്ചവിടെ ഇരുത്താന്ന് മാത്രമല്ല, എനിക്ക് ആ പടം കണ്ടതിൻ്റെ ആ ഒരു ഇത് ഹാങ് ഓവർ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ റിവ്യൂസ് ഒക്കെ ഞാൻ ഇങ്ങനെ വലിച്ചു വരിക പറയുന്നത്. റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് ആ പടം കണ്ടിട്ട് എന്ന് മാത്രം ആണ് ഞാനിവിടെ പറയുന്നത്. എന്താ പറയുക, നമ്മുടെ മലയാള സിനിമയിലെ അഴുക്കപ്പടങ്ങളെല്ലാം പോയി എന്നേ പറയാനുള്ളൂ. 2024 പിറന്നതിന് ശേഷം നമുക്ക് കിട്ടിയതെല്ലാം ആടിപൊളി സിനിമകളാണ്. നോക്കിക്കുക, 2024 ശേഷം റിലീസായിട്ടുള്ള ഏത് പടമാണ് മോശമായിട്ടുള്ളത്? എല്ലാം നല്ല സൂപ്പർ സാധനം. എല്ലാ പടങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എല്ലാം നല്ല സൂപ്പർ പടം. ഇത് എനിക്ക് കുറച്ച് ഏതുമായിട്ട് റിലേറ്റ് ചെയ്യാം. മലയൻ കുഞ്ഞുമായിട്ട് എനിക്ക് കുറച്ചൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നമ്മളെ കുറച്ച് പിടിച്ചിരുത്തുന്നുണ്ടല്ലോ, എന്നെ പിടിച്ചിരുത്തുന്നുണ്ട് പേഴ്സണലായിട്ട്. എനിക്കും കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ആങ്സൈറ്റി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ അതിക്കും മേലെയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ച് പോയതിനേക്കാളൊക്കെ ഒരുപാട് മേലെയാണ് ഈ പടം. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ ആ സൗണ്ടൊക്കെ ഇല്ലേ, ആ സൗണ്ട്, ആ വിഷ്വൽ, അതെല്ലാം നമുക്ക് തിയേറ്ററിലേ കിട്ടത്തുള്ളൂ. ഒരിക്കലും നമുക്കൊരു കുഞ്ഞ് സ്ക്രീനിൽ, ഒരു ഫോണിലോ അല്ലെങ്കിൽ ഒരു ടി വിയിലോ നമ്മുടെ വീട്ടിൽ എന്തുമാത്രം സൗണ്ടൊക്കെ കിട്ടും. തിയേറ്ററൊക്കെ വീട്ടിൽ നിർമ്മിച്ചതൊക്കെ കിട്ടുമായിരിക്കും ആ സൗണ്ട്. പക്ഷേ നമ്മൾ സാധാരണക്കാരുടെ വീട്ടിൽ എന്തുമാത്രം സൗണ്ടൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, കിട്ടത്തില്ല. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ തിയേറ്ററിൽ തന്നെ പോകണം. കടമെടുത്താണെങ്കിലും പോയി കാണേണ്ട പടം. അമ്മാതിരി എന്താ പറയുക, സംവിധാനം എന്ന് തന്നെ പറയാം, ഡയറക്ഷൻ എന്ന് തന്നെ പറയാം. പോളി സാധനം. അഭിനയിച്ചിട്ടുള്ളവരോ എനിക്ക് ഇതെങ്ങനെ സാധിക്കുന്നേ. നമ്മൾ നമ്പർ 1 പടം ഈ 2024 ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും നമ്പർ 1 പടം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ ഗുഹയിലോട്ടൊക്കെ വീഴുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മളവിടെ പിടിച്ചങ്ങ് ഇരുത്തുക. പിന്നെന്തോ പറയാനുള്ള, പിന്നെ ഈ 2006 കാലഘട്ടം അത് കറക്റ്റായിട്ട് പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ഈ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ അന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന രീതികൾ, പിന്നെന്തുവാ, ഡ്രസ്സിങ്ങിൽ നമ്മൾ ബെൽറ്റൊക്കെ ഇല്ല, ബെൽറ്റിൽ ആ ബക്കിളൊക്കെ, അതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ കല്യാണ വീട്, ഒരുപാട് ഫിനാൻഷ്യലി ഫിറ്റ് അല്ലാത്ത ഫാമിലിയിൽ നിന്ന് പോകുന്ന കുറച്ച് ചെറുപ്പക്കാർ കൊടൈക്കനാലിൽ ടൂർ പോകുന്ന, അതൊക്കെ പക്കയായിട്ട് ഞാൻ തെരുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചൊക്കെ നമ്മളെ പഴയ കാലഘട്ടത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകും. 90s കിഡ്സ് ആയിട്ടുള്ള ഞങ്ങൾക്കൊക്കെ അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെന്താ പടം ഓവറോൾ സൂപ്പർ ഓസം പടം. നമ്മുടെ മലയാള സിനിമ തിരിച്ചു വന്നിരിക്കുന്നത്. അവിടെ പോയല്ലേ, തിരിച്ചൊന്നും വന്നതല്ല. മലയാള സിനിമയ്ക്ക് ഇനി സുവർണ്ണ കാലഘട്ടം ആണെന്ന് തന്നെ പറയാം. നല്ല പടങ്ങൾ വരിക, മൂളയുള്ള സംവിധായകന്മാർ വന്നിട്ട് പടം എടുക്കുന്നു, നമുക്ക് തരുന്നു, നമ്മളത് അംഗീകരിക്കുന്നു. ആരാടാ പറഞ്ഞ മലയാള സിനിമയുടെ റിവ്യൂവേഴ്സ് ഞെക്കിക്കൊല്ലുക, ഞെരിച്ചു കൊല്ലുക എന്നൊക്കെ? ആരാ പറഞ്ഞേ? അവരൊന്നും പറയുന്ന പോലൊന്നും അല്ല. പടം നല്ലതാണോ, ജനങ്ങൾ കയറിയിരിക്കും, കണ്ടിരിക്കും, വിജയിപ്പിച്ചിരിക്കും. അതിനൊരു മെയിൻ ഉദാഹരണമായിരിക്കും ഈ പടം. ഇത് വമ്പൻ ഹിറ്റായിരിക്കും. ഹിറ്റോ എന്തെങ്കിലും ആട്ടെ, ഈ പടം ഉണ്ടല്ലോ ഒന്ന് കണ്ടിരിക്കണം. ഒന്ന് കണ്ടിരിക്കണം. ആ ഒരു ഫീല് അവിടെ ഇരിക്കുമ്പോൾ നമ്മളുണ്ടല്ലോ, നമ്മുടെ ബോഡി മാത്രമേ അവിടെ ഉള്ളൂ. നമ്മളും അവരുടെ കൂടെ സഞ്ചരിക്കുന്ന പോലെ, ആ പടത്തിലോട്ട് എഴുകി ചേരുന്ന പോലെ പക്ക റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ ഗുഹയൊക്കെ എന്താ പറയുക, ഹാർട്ട് വർക്കൊക്കെ ഈ പടത്തിന് ഒരുപാട് സഹായിച്ചു. പിന്നെ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് ആ പടത്തിൽ ഇങ്ങനെ ഇഴുകി അങ്ങ് പോവാട്ടോ. പടം സൂപ്പറാണ്. ധൈര്യപൂർവ്വം ടിക്കറ്റ് എടുക്കാം. ഒരു രീതിയിൽ നമുക്ക് ബോറടിക്കില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞൊരു നെഗറ്റീവ് വരണ്ടേ, ചെറുതായിട്ട് ലാഗ് വരുന്നു. പക്ഷെ ആ ലാഗ് ആ പടത്തിന് വേണം. അതുണ്ടെങ്കിലേ ആ പടം ഫീൽ ചെയ്യൂ. സൂപ്പർ സാധനം കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോയി കാണുക. ഒരുപാട് നമുക്ക് ഇത് സ്പോയിലേഴ്സ് ഒന്നും പറയാനില്ല. ഇതിന്റെ കഥ നമുക്കറിയാം. സ്പോയിലർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ കഥ നമുക്കറിയാം. ഗുഹയിൽ പെടുന്നു, രക്ഷിക്കുന്നു. പക്ഷേ അത് എങ്ങനെ പെടുന്നു, എങ്ങനെ രക്ഷിക്കുന്നു, അവിടെയാണ് സംഭവം കിടക്കുന്നത്. പടം
ഹോസം സാധനം. ഞാനിത് എത്രാമത്തെ തവണയാണ് ഈ പടത്തിന് പൂഴ്ത്തി പറയുന്നത് എനിക്കറിയില്ല. പടം എന്തായാലും നല്ല സാധനമാണ്, നല്ല പടമാണ്. കാണാൻ പറ്റുന്നവർ മസ്റ്റായിട്ട് കാണാം, തിയേറ്ററിൽ തന്നെ കാണാം. എല്ലാവർക്കും കാണാൻ പറ്റണമെന്നൊന്നുമില്ലല്ലോ. ഒരു റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട. എനിക്കത് കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു ഫീല്, ആ ഒരു ഹാങ് ഓവർ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. പടം സൂപ്പർ സാധനം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർത്താണ്. നല്ല പടമാണ്.